രണ്ട് പ്രവാചകന്മാരുടെ പത്നിമാർ നരക അവകാശികളാണ് എന്ന് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയും രണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുമാകുന്നു. അവർ പ്രവാചക പത്നിമാരായിട്ടും അവർ വഞ്ചന കാണിച്ചു എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. ഖുർആനിലെ 66-ാം അധ്യായമായ അത്തഹരീമിലെ 10-ാമത്തെ സൂക്തത്തിലാണ് അള്ളാഹു ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഖുർആൻ വ്യാഖ്യാനമായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറുകളിൽ സൂറത്ത് അത്തഹരീമിൻ്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ പറയുന്നു: നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയായ വാലിയ നൂഹ് നബിയുടെ കൂടെ കഴിഞ്ഞിരുന്നെങ്കിലും അവൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല. പകരം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനത്തിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ ആ വിവരം അവൾ ഉടൻ തന്നെ നാട്ടിലെ പ്രമാണിമാരെ അറിയിക്കുമായിരുന്നു. ഇത് വേട്ടയാടാൻ ശത്രുക്കളെ വളരെ കൂടുതൽ സഹായിച്ചു. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്താൻ സമയമായപ്പോൾ അള്ളാഹു മരുഭൂമിയിൽ ഒരു കപ്പൽ നിർമ്മിക്കാൻ നൂഹ് നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ നിർമ്മാണ വേളയിൽ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വാലിയ അദ്ദേഹത്തിന് ഭ്രാന്താണെന്നും മരുഭൂമിയിൽ കപ്പലുണ്ടാക്കുന്നത് ഒരു വിഡ്ഢിത്തമാണെന്നും പറഞ്ഞ് ആ പരിഹാസത്തിന് അവൾ നേതൃത്വം നൽകി. ഒരു വശത്ത് കുടുംബത്തിനകത്ത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ജീവിക്കുകയും മറുവശത്ത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഇൻഫോർമറായിട്ടാണ് അവൾ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ നരക അവകാശിയാണെന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷയായി വന്നെത്തിയ ആ മഹാപ്രളയം ദേശത്ത് പരന്നപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയായ വാലിയയും ആ പ്രളയത്തിൽ മുങ്ങി മരിച്ചു എന്നാണ് ചരിത്രരേഖയിൽ നിന്ന് വ്യക്തമാകുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയും ഇതുപോലെ വഞ്ചിക്കപ്പെട്ടവളിൽ ഉൾപ്പെട്ടവരാണ് എന്ന് ഖുർആനിൽ കാണാം. ലൂത്ത് നബി അലൈഹിസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് സദൂം നഗരവാസികളുടെ ഇടയിലേക്കാണ്. അതായത് ഇന്നത്തെ ചാവുകടൽ അഥവാ ഡെഡ് സീക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമായിരുന്നു അന്ന് സദൂം ദേശം. അന്ന് അക്കാലത്ത് സദൂം ദേശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത ലൈംഗിക അരാജകത്വത്തിലും പ്രകൃതി വിരുദ്ധമായ സെക്ഷൽ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയെന്നതാണ്. ആണുങ്ങൾ തന്നെ തമ്മിൽ പരസ്യമായി സെക്ഷൽ പ്രവർത്തനം നടത്തിയ ലോകത്തിലെ തന്നെ പേരുകേട്ട പ്രശസ്തമായ നഗരം കൂടിയാണ് അന്ന് സദൂം ദേശം. ഇവിടേക്കാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കപ്പെട്ടത്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ പുസ്തകമായ ഖസസുൽ അംബിയ അഥവാ ദ സ്റ്റോറി ഓഫ് പ്രോഫറ്റ് എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയായ വാഹില ലൂത്ത് നബി അലൈഹിസ്സലാം വീട്ടിൽ അതിഥികൾ എത്തിയാൽ അവൾ 2 തരത്തിലുള്ള സൂചനകൾ നൽകിയിരുന്നുവെന്നും പകൽ സമയമാണെങ്കിൽ വീടിന് മുകളിൽ നിന്ന് പുക ഉയർത്തുകയും രാത്രിയാണെങ്കിൽ തീ കത്തിക്കുകയും ചെയ്യും. ഇത് കണ്ടാണ് നാട്ടിലെ ദുർമാർഗികളായ മനുഷ്യർ അവിടേക്ക് ഓടിയെത്തിയിരുന്നത്. ഇത്തരം നീചമായ ലൈംഗിക വൃത്തിയിലേക്ക് ആളുകളെ ഒറ്റിക്കൊടുക്കുന്ന അവളെ അള്ളാഹു നരകവാസികളുടെ കൂടെ ചേർത്തിട്ടുണ്ട് എന്ന് ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ മരണപ്പെട്ടത് അള്ളാഹുവിൻ്റെ ശിക്ഷയിലൂടെയായിരുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഏറ്റവും പുരാതന തഫ്സീറുകളിൽ ഒന്നായ തഫ്സീർ അൽ തബരിയിൽ വിവരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷ സദൂം ദേശത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ഒഴികെ വിശ്വസിച്ചവരോട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചിരുന്നു. എന്നാൽ ആരും പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത് എന്നും കൽപ്പിച്ചു.
സദൂം ദേശത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങിയപ്പോൾ നഗരം കീഴ്മറിയുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. കാരണം ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ശിക്ഷിക്കപ്പെട്ട ജനതയോടുള്ള മാനസികമായ അടുപ്പം ഉള്ളതുകൊണ്ടായിരുന്നു. ഉടൻ തന്നെ അള്ളാഹു അയച്ച കല്ലുകളിൽ ഒരെണ്ണം അവളുടെ മേൽ പതിച്ച് അവൾ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ ശിക്ഷയുടെ കൂടുതൽ വിശദീകരണങ്ങൾ അറിയാൻ ഇമാം അൽ ഖുർത്തുബി തൻ്റെ പ്രശസ്തമായ അൽ ജാമി അഹ്കാമിൽ ഖുർആൻ എന്ന തഫ്സീറിൽ വിവരിക്കുന്നുണ്ട്. ഒരു പ്രവാചകൻ്റെ ഭാര്യ എന്ന പദവി ഉണ്ടായിട്ടും സത്യം നിഷേധിച്ചതിൻ്റെ പേരിലാണ് അവൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്കിരയായത് എന്ന് ഇമാം ഖുർത്തുബി തൻ്റെ തഫ്സീർ വ്യാഖ്യാനത്തിൽ ഊന്നിപ്പറയുന്നുണ്ട്.